ഇടതുപക്ഷത്തിന്റെ പടക്കുതിര കെ ടി ജലീലിനെ പിടിച്ചുകെട്ടാൻ ഇത്തവണ UDF നിയോഗിച്ചിരിക്കുന്നത് DCC അധ്യക്ഷനായ VS ജോയിയെയാണ്. അദ്ദേഹം പ്രചരണത്തിനിറങ്ങിക്കഴിഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ കൺവെൻഷനുകളിലും കുടുംബയോഗങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണം മുന്നേറുകയാണ്. അദ്ദേഹം മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. എന്തൊക്കെയാണ് തവനൂർ മണ്ഡലത്തിൽ പ്രധാനമായും UDF ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ? തവനൂർ മണ്ഡലത്തിൽ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷം തുടർച്ചയായി ഇടതുപക്ഷം ജയിക്കുകയാണ്. ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ ജീവൽ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. ഈ കൊടും വേനലിൽ കുടിവെള്ളത്തിന് വേണ്ടി അമ്മമാർ കുടവുമായി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഗ്രാമാന്തരങ്ങളിൽ കാണുന്നത്. വലിയ പ്രയാസകരമായ സാഹചര്യമാണ്. ഭാരതപ്പുഴ പോലെ വിവിധ പുഴകളും നദികളും ഒക്കെയുള്ള അതിനാൽ ചുറ്റപ്പെട്ടൊരു മണ്ഡലമാണ് തവനൂർ മണ്ഡലം. പക്ഷേ ഇവിടെ കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുമ്പോൾ വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ല എന്ന് പറഞ്ഞാൽ അതും തവനൂർ മണ്ഡലത്തെ നോക്കി പറഞ്ഞതാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ സാഹചര്യം. ചമ്രവട്ടം പദ്ധതിയായിരുന്നു വലിയൊരു ജലസേചന പദ്ധതിയായി വന്നത്. കുടിവെള്ളത്തിന് വേണ്ടി കൂടിയുള്ള പദ്ധതിയാണ്. പക്ഷെ അതിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയുടെ ചോർച്ചയാണ്. ആ ചോർച്ചയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിർമ്മിച്ച ചമ്രവട്ടം പദ്ധതി ഇന്ന് വലിയൊരു അഴിമതി പദ്ധതിയായി മാറിയിരിക്കുകയാണ്. ആ ചോർച്ച ഇതുവരെ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലൂടെ കോടികൾ മുടക്കപ്പെടുകയും എന്നാൽ ഇവിടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. ടൂറിസം രംഗത്ത് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷെ സ്നേഹപാത എന്ന് പറയുന്ന ഒരു പാർക്ക് കാട് പിടിച്ച് കിടക്കുകയാണ്. കോടികൾ മുടക്കി നിർമ്മിച്ച പാർക്കാണ്. അങ്ങനെ ഒരുപാട് അലംഭാവങ്ങളുണ്ട്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക മണ്ഡലം തവനൂർ നിയോജക മണ്ഡലമാണ്. ഇവിടെ തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ 4ഉം 5ഉം പോലീസ് സ്റ്റേഷൻ ഒരു നിയോജക മണ്ഡലത്തിലുള്ളപ്പോൾ തവനൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് നിരവധിയായ വിഷയങ്ങൾ വികസന രംഗത്തുണ്ട്. അവഗണന ഏറ്റുവാങ്ങിയ ഒരു മണ്ഡലമാണ്. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള ഒരു മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ UDF ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ നേരത്തെ പല ഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ കെ ടി ജലീൽ തന്നെ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത്. എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ഇതിനെ നേരിടാൻ ഇത്തവണ UDF ഉദ്ദേശിക്കുന്നത്? എല്ലാ തവണത്തെക്കാളും തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഉണ്ടായി. ഞങ്ങൾ 30-40 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളുടെയും കുത്തക ഭരണം അവസാനിപ്പിച്ച് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ തുടർച്ച ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് ലിപ്പിനും കപ്പിനും ഇടയിൽ കുറഞ്ഞ വോട്ടുകൾക്കാണ് കഴിഞ്ഞ 3 തവണയും ഈ മണ്ഡലം നഷ്ടപ്പെട്ടു പോയത്. ഏതായാലും ഇത്തവണ UDFന്റെ പ്രവർത്തകർ ഈ മണ്ഡലം പിടിച്ചെടുക്കണമെന്ന ഒരു വാശിയിലാണ്. അപ്പൊ പഴുതുകൾ അടച്ച് എല്ലാ പോരായ്മകളും അടച്ചുള്ള ഒരു പ്രചരണ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFന് വളക്കൂറുള്ള ഒരു മണ്ണാണ്. ജയിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം സമാഹരിച്ച് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. വികസനം മാത്രമല്ല രാഷ്ട്രീയം കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ലീഗിനും വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലം. അപ്പോൾ ഇവരെല്ലാവരും ഒത്തുകൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞ തവണത്തേക്കാൾ കെട്ടുറപ്പോട് കൂടി കൊണ്ടുപോകാൻ ഉള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും UDF ജില്ലയിൽ എക്കാലത്തെയും ഏറ്റവും നല്ല ഐക്യത്തിലും കെട്ടുറപ്പിലും മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 100 മേനി വിജയമാണ് നമുക്ക് ജില്ലയിലുണ്ടായത്. പലയിടത്തും പ്രതിപക്ഷമില്ലായിരുന്നു. 33 ഡിവിഷനും ജില്ലാ പഞ്ചായത്തും ജയിച്ചു. പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ സമ്പൂർണ്ണ വിജയമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. മലപ്പുറത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും. UDF എക്കാലത്തെയും ഏറ്റവും മികച്ച കെട്ടുറപ്പിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ വികസനം പറഞ്ഞു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആയിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? തീർച്ചയായും 10 കൊല്ലക്കാലത്ത് പിണറായി വിജയന്റെ ഭരണം തന്നെയാണല്ലോ. ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യമാണ്. ശബരിമല വരെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും നേറുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. കഴിഞ്ഞ തവണ വളരെ കുറച്ച് വോട്ടുകൾക്കാണ് വിജയത്തോടെ അടുത്തൊരു ഇതിനാണ് നഷ്ടപ്പെട്ടു പോയത്. ഇത്തവണ എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടെ പിടിച്ചടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ തന്നെയാണോ? തീർച്ചയായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്തും വിജയിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തവനൂരും തൂക്കിയിരിക്കും എന്ന് തന്നെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, എന്തായാലും VS ജോയി ഇത്തവണ UDFകാരെ ജോയിയാക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തവനൂരിൽ നിന്നും TK അരവിന്ദൻ, അമൃത ന്യൂസ്.